ഹായ് അപ്പം ഇന്നേ മോർണിംഗ് രാവിലത്തെ മൂഡാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് തണുത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മടിയൊക്കെ എനിക്കുണ്ട്. എന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ അടുപ്പി വെച്ചു. കാര്യം എനിക്കിന്ന് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് പൊതുവേ അവധി ദിവസമാണെങ്കിലും ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ അടുപ്പി വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് അപ്പമാണ്. അപ്പോൾ അതേ തലേദിവസം തന്നെ മാവെല്ലാം അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സ് ചെയ്യുവാണ്. ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇച്ചിരി പൊങ്ങി വന്ന് ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇനി ഒന്നെന്ന് പറഞ്ഞാൽ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല പോലെ വരും. അതിനൊക്കെ മുന്നേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം മാവൊക്കെ റെഡിയായി നമുക്ക് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവ് കുഴി ഒഴിച്ചിട്ട് അപ്പം ചുട്ടിയും കാണിച്ചു തരാം. അപ്പം എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൽ മാവ് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുട്ടുകയും കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് അപ്പമൊക്കെ നല്ല ചുട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മൊരിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ചട്ടകം കേട്ടോ. ഈ ചട്ടകം വെച്ച് ഞാൻ അപ്പോൾ നല്ല ദോശ എന്തായാലും ചട്ടിയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചാൽ അത് വരത്തില്ല കേട്ടോ. ഭയങ്കര പാടായിരിക്കും. അന്നേരം എനിക്കിത് രണ്ടാമത് കളിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാക്കുകയാണെങ്കിൽ എനിക്ക് നല്ല പോലെ അത് ചട്ടിയിൽ നിന്ന് വിട്ട് വരും. അപ്പം വശത്തിനുള്ള ദോശയാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ചട്ടകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള വല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇനി അത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പി വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കടുക് ഇട്ട് പൊട്ടിക്കുമ്പോൾ കടുകിൻ്റെ കൂടെ ഒരു സാധനം ഞാൻ ഇടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ അതും ഇട്ട് അത് ഞാൻ താളിച്ചിറക്കിയാണ്. ഒരു എരിവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ ബൈ.